പന്തീരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസയിലെ നിരക്ക് മൂന്നാമതും വർദ്ധിപ്പിച്ചതോടെ പ്രതിസന്ധിയിലായി യാത്രക്കാർ. ടോൾ പ്ലാസയിലെ 20 കിലോമീറ്റർ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ പ്രതിമാസ നിരക്കും ഇതോടൊപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിരക്ക് വർദ്ധിപ്പിക്കുമ്പോഴും ടോൾ പ്ലാസയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന ആരോപണമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. ടോൾ നിരക്കിനെതിരെ അടക്കം നിരവധി പ്രതിഷേധങ്ങൾ നടന്ന ഇടമാണ് ഒളവണ്ണ ടോൾ പ്ലാസ. ഇപ്പോൾ മൂന്നാമതും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. 5 മുതൽ 25 രൂപ വരെയാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കാർ ഉൾപ്പെടെയുള്ള ലൈറ്റ് വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 90 രൂപയും ബസ്സുകൾക്കാണെങ്കിൽ 300 രൂപയും ട്രക്കുകൾക്ക് 330 രൂപയുമാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് കാറുകൾക്കും ചെറിയ ചരക്ക് വണ്ടികൾക്കുമായി 5 രൂപയും 6 ആക്സിൽ വരെയുള്ള ലോറികൾക്ക് 10 രൂപയും കൂട്ടിയിരുന്നു. ഇതിനിടെയാണ് മൂന്നാം തവണ 5 മുതൽ 25 രൂപ വരെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഹുലയ്ക്ക് പകരം സ്കൈലാർക്ക് ടോൾ ഏജൻസി ചുമതല 3 മാസത്തേക്ക് ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വർധന. പന്തീരങ്കാവ് ടോൾ പ്ലാസയിലൂടെ കടന്നുപോകാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴായി യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ ആവശ്യമായ സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ എന്തിനാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ഇവ ടോൾ നിരക്ക് കൂട്ടും ചെയ്തു, ഫെസിലിറ്റി കുറവ്, അതുപോലെ തന്നെ അത് മാത്രമല്ല ഒരു ചിലപ്പോ മണിക്കൂറുകൾ ഇവിടെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. ടോൾ പ്ലാസയിലെ 20 കിലോമീറ്റർ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ പ്രതിമാസ നിരക്ക് 350 രൂപയിൽ നിന്ന് 360 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഒളവണ്ണ സ്വദേശികൾക്കും തിരിച്ചടിയാണ്. ഫാസ്ടാഗ് ഇല്ലാത്തവർക്കും ഇനി പണി കിട്ടും. 25% അധിക തുകയാണ് UPI വഴി പണമടയ്ക്കുമ്പോൾ ആളുകൾക്ക് നൽകേണ്ടി വരിക. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വാർഷിക ഫാസ്ടാഗ് തുക 3000 രൂപയിൽ നിന്ന് 3075 ഉയർത്തിയിരുന്നു. അതേസമയം വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലെ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ക്യാമറമാൻ സജി തറയിലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.